നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: +2 കഴിഞ്ഞവർക്ക് പൈലറ്റ് ആകാൻ പഠിക്കാം. തമിഴ്നാട് മെഡിക്കൽ പ്രവേശനം കൗൺസിലിംഗ് നാളെ മുതൽ. ഇന്ന് പ്രധാന പത്രങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുന്നു: പൈലറ്റാകാൻ പഠിക്കാം. അവസരം തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഏവിയേഷൻ ടെക്നോളജി അക്കാദമിയിൽ. ഇൻസ്ട്രുമെൻ്റ് റേറ്റിംഗോടെ ലൈസൻസ് ലഭിക്കുന്ന കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സ് പ്രവേശനത്തിന് കേരള സർക്കാർ സ്ഥാപനമായ തിരുവനന്തപുരം രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് അവസ്ഥ വ്യക്തമാക്കുന്ന ഡേറ്റ നൽകുന്ന കോക്ക്പിറ്റ് ഉപകരണങ്ങളാണ് ഫ്ലൈറ്റ് ഇൻസ്ട്രുമെൻ്റ് ടെക്നോളജി. സിംഗിൾ മൾട്ടി എൻജിൻ എയർക്രാഫ്റ്റുകൾ പറത്താൻ ആവശ്യമായ പരിശീലനം ലഭിക്കുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് യാത്രാ ചരക്ക് വിമാനങ്ങളിൽ പൈലറ്റാകാൻ വേണ്ട ലൈസൻസ് ലഭിക്കുന്നു. കോഴ്സ് 3 വർഷം കാലാവധി. ഇനി തിരഞ്ഞെടുക്കുന്നവർക്ക് എഴുത്തു പരീക്ഷ, ഇൻ്റർവ്യൂ ഇവ രണ്ടും അടിസ്ഥാനമാക്കിയോ ഇൻ്റർവ്യൂ മാത്രം അടിസ്ഥാനമാക്കിയോ ആയിരിക്കും പ്രവേശനം. അപേക്ഷാ ഫോം വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപേക്ഷാ ഫീസ് 5000 രൂപ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്, ITI ജംഗ്ഷൻ, ചാക്ക, ബീച്ച് റോഡ്, തിരുവനന്തപുരം 695007 എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് 30 ലഭിക്കണം. മറ്റൊരു വാർത്ത പറയുന്നു: തമിഴ്നാട് മെഡിക്കൽ പ്രവേശനം കൗൺസിലിംഗ് നാളെ. തമിഴ്നാട്ടിൽ സർക്കാർ കോട്ടയിലുള്ള MBBS BDS സീറ്റുകളിലേക്ക് പ്രവേശനത്തിനുള്ള കൗൺസിലിംഗ് ബുധനാഴ്ച, അതായത് നാളെ ആരംഭിക്കും. ഓൺലൈൻ മാർഗത്തിലാണ് കൗൺസിലിംഗ് നടക്കുന്നത്. ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാരുടെ മക്കൾ എന്നിവർക്കും സ്പോർട്സ് കോട്ട, സർക്കാർ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളവർക്കുള്ള പ്രത്യേക സംവരണം എന്നിവ പ്രകാരമുള്ള സീറ്റുകളിലേക്കുമുള്ള കൗൺസിലിംഗ് ആണ് നേരിട്ട് നടത്തുന്നത്. ഈ കൗൺസിലിംഗ് വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് നടത്തുന്നത്. 9050 MBBS സീറ്റുകളും 2200 BDS സീറ്റുകളുമാണ് സർക്കാർ കോട്ടയിലുള്ളത്. മറ്റൊരു വാർത്ത പറയുന്നു: നേഴ്സിംഗ് പാരാമെഡിക്കൽ 1ാം ഘട്ട അലോട്ട്മെൻറ്റ്. പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള 1ാം ഘട്ട അലോട്ട്മെൻറ്റ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് എടുത്ത് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിൽ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 22. ഓൺലൈനായും ഫീസ് അടയ്ക്കാം. അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീസ് അടച്ചവർ അവരുടെ ഓപ്ഷനുകൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾക്ക് പരിഗണിക്കപ്പെടേണ്ടതാണ്. ഈ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും പേര് നീക്കം ചെയ്തില്ലെങ്കിൽ ഫീസ് അടയ്ക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. കൂടുതൽ വിവരങ്ങൾക്ക് 04712560 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നേരിട്ട് വിവരങ്ങൾ അറിയാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.